തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനും സ്ഥാനാർത്ഥി നിർണയത്തിനും മുന്നേ പോരാട്ടച്ചൂടിൽ ഒരു മണ്ഡലമുണ്ട്. അത് ബേപ്പൂർ മണ്ഡലമാണ്. ബേപ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥി പി എ മുഹമ്മദ് റിയാസ് തന്നെയെന്ന സൂചനകൾ നൽകി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. ബേപ്പൂരിലെ ജനങ്ങൾ റിയാസിനെ സ്ഥാനാർത്ഥിയായി കാണുന്നു. ബേപ്പൂരിൽ പാർട്ടിക്ക് ഒരു ആശങ്കയില്ലെന്നും മെഹബൂബ് പറഞ്ഞു. അൻവർ കേരള രാഷ്ട്രീയത്തിനകത്ത് എടുത്തെറിയപ്പെട്ടു പോയ ഒരു ഗുണവും ചെയ്യാത്ത ഒരു വ്യക്തിത്വമായി മാറിയതാണ്. ഞങ്ങളതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്കിനി ആര് സ്ഥാനാർത്ഥിയായാലും ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്ന പ്രതീക്ഷയെ ഞങ്ങൾക്കറിയാം. ബേപ്പൂരിലെ ജനങ്ങൾ റിയാസിനെ സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നുണ്ട്. അവിടെ അതിന് രാഷ്ട്രീയമായി പോലും കണ്ടിട്ടില്ല. അത് മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്കെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട്. റിയാസ് വീണ്ടും അവിടെ മത്സരിക്കണമെന്ന് പറയുന്ന ഒരു വികാരത്തിൽ ബേപ്പൂരിലെ ജനങ്ങൾ നിൽക്കുന്നു. അതിനിടെ മണ്ഡലത്തിലെ മുഹമ്മദ് റിയാസിന്റെ വികസന നേട്ടങ്ങളെ ചോദ്യം ചെയ്ത് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവറിന്റെ സത്യാന്വേഷണ പരീക്ഷണ യാത്ര. രാഷ്ട്രീയത്തിനപ്പുറത്തെ സൗഹൃദത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി റിയാസ് ഉപയോഗിച്ചെന്നും അൻവറിന്റെ കുറ്റപ്പെടുത്തൽ. വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്ന ഒരു നിയോജക മണ്ഡലമാണ് ബേപ്പൂർ എന്ന രീതിയിലുള്ള നരേഷൻ കുറെ കാലമായിട്ട് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വികസനം എന്താണ് ഇവിടെ നടന്നത്, ഇവിടുത്തെ അവസ്ഥ എന്താണ് എന്ന് UDFന്റെ നിയോജക മണ്ഡല നേതൃത്വം ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വികസനത്തിന്റെ സത്യാവസ്ഥ അറിയണം. ആ സത്യാന്വേഷണ ജാഥയായിട്ട് ഓരോ വിഷയങ്ങളും നിയോജക മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്ത് പരിശോധിച്ച് ജനങ്ങളിൽ എത്തിക്കുക. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല, പാർട്ടി തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ കൂടിയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ ബേപ്പൂർ ചർച്ചകളിൽ നിറയുകയാണ്, പ്രചരണത്തിലും നിറയുകയാണ് അല്ലേ? ഡോക്ടർ അരുൺ, തീർച്ചയായിട്ടും മലബാർ ആക്രമിച്ച് കീഴടക്കിയതിനു ശേഷം ടിപ്പു സുൽത്താൻ ബേപ്പൂരിന് നൽകിയ ഒരു പേരുണ്ട്. ആ പേര് സുൽത്താൻ പട്ടണം എന്നാണ്. സ്വാഭാവികമായും ബേപ്പൂരിന്റെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ആ സുൽത്താൻ പട്ടം അണിഞ്ഞിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണ്. ആ പട്ടം ഇനി മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ടി വരുമോ എന്ന് CPIM ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുമ്പോൾ ആര് വന്നാലും ആ പട്ടം മുഹമ്മദ് റിയാസിന് തന്നെ ഉള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും റിയാസ് തന്നെയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ചില സൂചനകൾ നൽകുന്നത്. നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ എല്ലാ MLA-മാരോടും അതത് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും റിയാസ് തന്നെ മത്സരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ നിലമ്പൂർ കാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള ഒറ്റക്കൊമ്പൻ ചില കാര്യങ്ങളൊക്കെ ബേപ്പൂർ മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സത്യാന്വേഷണ പരീക്ഷണ യാത്രയൊക്കെ. അത് ബേപ്പൂർ മണ്ഡലത്തിൽ എത്രത്തോളം വികസനം നടന്നു, വികസനത്തിന്റെ വലിയ പെരുമഴയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്നവരോട് വികസനം ഇവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപേ തന്നെ ബേപ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു. സുൽത്താൻ ആരായിരിക്കുമെന്ന് ബേപ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും.